ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. പിന്നെ അതിനുള്ള വേണ്ടത്ര മുന്നൊരുക്കങ്ങളുടെ ഒരു അഭാവമുണ്ട്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ കോൺട്രാക്ടർക്ക് മെസ്സ് കൊടുത്തു 16-ാം തീയതിയാണെന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എംപ്ലോയീസ് പലരും വന്നിട്ടില്ല, ഡ്യൂട്ടിക്ക് കൊടുത്ത എംപ്ലോയീസ് തന്നെ വന്നിട്ടില്ല. വരാത്തവരെയൊക്കെ വിശദീകരണം ചോദിച്ച് ബാക്കി ആളുകളെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ, ഇതവർ ചന്ദ്രൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത്. അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവരെ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ 18-ാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്തു? ഇനി അത് വരാൻ പാടില്ല, അത് നോക്കണം എന്തുകൊണ്ടാണെന്ന്. 2, ഞാനിപ്പോൾ ശ്രീജിത്തിന് അദ്ദേഹത്തിന് ഞാനൊരു കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുണ്ട്, കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും. 3, 4, 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ഇറങ്ങണം. ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അത് നിലയ്ക്കലിൽ നിർത്തണം. നിലയ്ക്കൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ലോവർ തിരുമുറ്റം കണ്ടാൽ ഭയമാകും. 40 മിനിറ്റ് കഴിഞ്ഞാൽ നട തുറക്കും. അപ്പോൾ വീണ്ടും ദർശനം കിട്ടും. ദർശനം കിട്ടാത്ത ആൾക്കാരാണ് നിൽക്കുന്നത്. അപ്പം നട തുറന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും, മാനേജ് ചെയ്യാൻ പറ്റും. ക്രമാതീതമായ ആൾക്കാർ വന്നതുകൊണ്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ്. സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്ത വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഒരുപാട് പേര് വന്നു. അവർക്ക് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യുന്നത്. പമ്പയിൽ നിന്ന് കയറ്റിവിടാതിരിക്കുന്നില്ല, ഇപ്പോഴും കയറ്റിവിടുന്നുണ്ട്. പക്ഷേ നിലയ്ക്കലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് നമുക്ക് പര്യാപ്തമാണോ? ഫോഴ്സിന്റെ കുറവുണ്ടല്ലോ ഇത് ആൾക്കാർ കാട്ടിനകത്ത് കയറി വരുന്നല്ലേ. അതുപോലെ കേന്ദ്ര സേനകൾ കുറച്ച് വൈകി എന്നുള്ളൊരു കാര്യം ഇങ്ങനെ വരുന്നുണ്ട്. കേന്ദ്ര സേനകൾ നമ്മളുടെ കാരണം അവർ എത്തിക്കോളും, അവരെത്തും, പുറപ്പെട്ടിട്ടുണ്ട്, അവരെത്തും. അപ്പൊ നിലയ്ക്കലാണോ സാർ ഇപ്പോൾ ഇവരെ ഹാൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ആൾക്കാരെ തങ്ങാൻ വേണ്ടി സൗകര്യം ഒരുക്കുന്നത് നിലയ്ക്കലായിരിക്കും? തൽക്കാലത്തേക്ക് നിലയ്ക്കൽ വണ്ടികൾ ഇവിടുത്തെ തിരക്ക് ഈ തിരക്കൊന്ന് തീരുന്നത് വരെ വണ്ടികൾ തൽക്കാലം നിലയ്ക്ക് തടയാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസ് ചെയ്യും. കുടിവെള്ളം കിട്ടുന്നില്ല, ലഘുഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ചില പരാതി. അതിനുള്ള ആവശ്യത്തിനുള്ള ആൾക്കാർ കൂടുതലാക്കാൻ വേണ്ടി നമ്മൾ ദേവസ്വത്തോട് പറഞ്ഞിട്ട് ദേവസ്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ADGPയുടെ ഒരു വിശദീകരണം വന്നിട്ടുള്ളത്. ADGP എന്താണ് ADGP ശ്രീജിത്ത് പറഞ്ഞത്? വിനോദ്, അദ്ദേഹം പറഞ്ഞത് നിലവിലൊരു വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു നിയന്ത്രണങ്ങൾ? അദ്ദേഹം എങ്ങനെ ഈ പോലീസ് കൂടുതൽ സേനയെ ഇവിടെ വിന്യസിക്കുന്നുണ്ടോ? ടോം, പര്യാപ്തമായ സേന ഉണ്ട്, പോലീസ് സേന ആവശ്യത്തിനുണ്ട് എന്ന കാര്യം തന്നെയാണ് ADGP വ്യക്തമാക്കുന്നത്. പക്ഷേ ആൾക്കൂട്ടം നിയന്ത്രണ വിധേയമാകാത്ത തരത്തിൽ, വലിയ തരത്തിൽ ആൾക്കൂട്ടം ഇവിടേക്ക് എത്തുന്ന നിലയുണ്ടായി. അതാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആളുകൾ വരുമെന്ന കാര്യം. ആദ്യത്തെ ദിവസങ്ങളാണ്, ആദ്യത്തെ 2 ദിവസം ഇത്രയധികം ആളുകൾ വരുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ തോതിൽ ആളുകൾ എത്തിയതോടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ചില താൽക്കാലിക പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 മണിയോടെ ഇപ്പോൾ നട തുറക്കുന്നതോടുകൂടി ദർശനം സാധ്യമാകുന്ന സ്ഥിതിയുണ്ട്. തുടർന്ന് ആളുകളെ അവർക്ക് വെടിവെക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാൻ കഴിയും. പിന്നെ മെല്ലെ ആളുകൾ താഴേക്ക് ഇറങ്ങുന്ന സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ക്യൂവിലുള്ള ആളുകളെ കടത്തിവിടാൻ കഴിയും. മറ്റ് ഈ മോബ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്രൈസിസ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇല്ല എന്ന കാര്യം തന്നെയാണ് ADGP വ്യക്തമാക്കുന്നത്. അപ്പോഴും ഈ നിലയ്ക്കലിലെ കാര്യമാണ്. അത് നിലയ്ക്കല് ഒരു പോയിന്റാക്കി മാറ്റുകയാണ്. പമ്പയിൽ ആളുകൾ തങ്ങാതെ നിലയ്ക്കലിലേക്ക് ആളുകളെ കൂടുതൽ കേന്ദ്രീകരിക്കുക എന്ന തരത്തിലാണ്. ഈ വണ്ടിയിൽ വരുന്നവർക്ക് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് നിലയ്ക്കലാണ്. അത് കഴിഞ്ഞ കുറേ കാലമായി അവിടെയാണ്, നിലയ്ക്കലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം KSRTC ബസ്സിലാണ് പമ്പയിലേക്ക് എത്തേണ്ടത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പമ്പയിൽ തന്നെ വാഹനങ്ങളിൽ എത്താമായിരുന്നു. ത്രിവേണിയുടെ ഭാഗത്തൊക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒഴിവാക്കിക്കൊണ്ട് നിലയ്ക്കലാണ് ഇപ്പോൾ പ്രധാന ഒരു ഹാൾട്ടിംഗ് സ്റ്റേഷൻ എന്ന തരത്തിൽ മാറ്റിയത്. അത് കുറേ വർഷമായി അവിടെ തന്നെ ഇപ്പോൾ ഈ ഭക്തരെ കൂടുതൽ സമയം
ഹോൾഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ്. അതുതന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞത്. പമ്പയിലേക്ക് ആളുകളെ കടത്തിവിടാതിരിക്കുക. കാരണം പമ്പയിലെത്തിയാൽ അവർ സന്നിധാനത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് ഈ പരമ്പരാഗത വഴികളിലൂടെ ആയിരിക്കില്ല, മറ്റു വഴികളിലൂടെയും സഞ്ചരിച്ച് പിന്നീട് ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കൂടുതൽ ആളുകൾ വന്നിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അത് നിയന്ത്രിക്കുന്നതിന് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയുണ്ടാകും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ആളുകൾ പമ്പയിലേക്ക് എത്താതെ നിലയ്ക്കലിൽ കൂടുതൽ സൗകര്യമൊരുക്കി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അവിടെ ഭക്തരെ തങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോഴും ഈ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ക്യൂ, അതിന്റെ ഒരു സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. 10 മണിക്കൂർ 12 മണിക്കൂർ വരെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ 4-5 മണിക്കൂർ വെള്ളം കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ ADGP പറഞ്ഞത് ഈ വെള്ളവും ലഘുഭക്ഷണവും കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ മാത്രം കാര്യമല്ല, അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിൽ കൂടിയും ദേവസ്വം ബോർഡ് കൂടി സഹകരിച്ച് നടപ്പാക്കേണ്ട കാര്യമാണ്. അങ്ങനെ കൂടുതൽ ജീവനക്കാരെ അവിടെ വിന്യസിക്കുക, ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണവും എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇതിൽ നമ്മൾ വീണ്ടും പറയുന്നു, കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന അയ്യപ്പ ഭക്തർ വരെയുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു അവരുടെ ആരോഗ്യം അത് സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 18ാം പടി ചവിട്ടി മുകളിലെത്തുമ്പോൾ പലരും ശ്വാസത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ നമുക്ക് ഒരു പ്രതീക്ഷ ഉള്ളത് ഇനി 3 മണിയാകുന്നതോടുകൂടി നട തുറക്കും. അതോടുകൂടി ദർശനത്തിന് കൂടുതൽ സൗകര്യമാകും, ഭക്തരെ കടത്തിവിടാൻ കഴിയും. ഇന്നിപ്പോൾ ഈ 18ാം പടിക്ക് മുമ്പിൽ ആളുകൾ വളരെ വലിയ തിരക്ക് കൂട്ടിയതോടുകൂടി ഇതിന് വശത്തുകൂടിയുള്ള പടിയുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ ഈ സോപാനത്തിനടുത്തേക്ക് വരുന്ന വഴിയാണ്. സാധാരണ ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന അയ്യപ്പ ഭക്തരെ കയറ്റിവിടുന്ന പടിയാണ്. പക്ഷേ കുറേയധികം ഭക്തരെ ഇന്ന് അതുവഴിയും കടത്തിവിട്ടു. കാരണം അതൊരു അനിവാര്യതയായിരുന്നു, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയുണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സോപാനത്തിന് വശത്ത് സാധാരണ ഒഫീഷ്യൽസും മാധ്യമപ്രവർത്തകരുമൊക്കെ ശ്രീകോവിലിനടുത്തേക്ക് കയറി വരുന്ന സ്റ്റെപ്പുണ്ട്, പടിയുണ്ട്. 18ാം പടിക്ക് പുറമെ ഇവിടേക്ക് കയറി വരാൻ കഴിയുന്ന ഒരു പടിക്കെട്ടാണ്. അതിനപ്പുറത്തേക്ക് മാളികപ്പുറത്ത് നിന്നുള്ള ഫ്ലൈ ഓവറുണ്ട്. ഈ വഴികളിലൂടെയൊക്കെ തന്നെ അയ്യപ്പൻ ഭക്തന്മാരെ കുറച്ചുപേരെ ഇങ്ങോട്ട് കടത്തിവിട്ടു. പക്ഷേ മാളികപ്പുറത്തിന്റെ ഫ്ലൈ ഓവറിലൂടെ അത് പോലീസ് കടത്തിവിടുന്നതല്ലാതെ നേരത്തെ സ്വന്തം നിലയ്ക്ക് ഈ ദർശനം നേടുന്നതിന് വേണ്ടി, അതായത് നാളികേരമുടച്ച് 18ാം പടി ചവിട്ടുകയും സന്നിധാനത്തെത്തി ശ്രീകോവിലിന് മുന്നിലൂടെ, അപ്പോൾ ആ സമയത്ത് ശ്രീകോവിൽ തുറന്നിട്ടില്ലെങ്കിൽ പൂജ കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ ഇവരെല്ലാം തന്നെ വിരിവെക്കുന്ന സ്ഥലത്തേക്ക് പോകും. പിന്നീട് അയ്യപ്പനെ കണ്ട് തൊഴുന്നതിന് വേണ്ടി തിരികെ എത്തുന്നത് ഇങ്ങനെ 18ാം പടി വഴിയല്ല, മാളികപ്പുറത്തൂടെയുള്ള ഫ്ലൈ ഓവറിലൂടെയാണ്. അതിലെ വന്ന് വീണ്ടും സന്നിധാനത്തെത്തി സോപാനത്തിന് മുന്നിലെത്തി അവിടെ ദർശനം നടത്തുന്ന ഒരു രീതിയാണ്. ആ തരത്തിൽ ഇന്ന് ദർശനം നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. മാത്രമല്ല, പല അയ്യപ്പ ഭക്തരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല അയ്യപ്പ ഭക്തരും ചെയ്യുന്ന ഒരു കാര്യം, അവർ 2-3 തവണ ദർശനത്തിന് ശ്രമിക്കും. അത് ഒരു ഭക്തിയുടെ ഒരു കാര്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. എങ്കിലും അത് ഉണ്ടാക്കുന്ന ആൾക്കൂട്ടം ചെറുതല്ല. ഒരു തവണ ദർശനം കിട്ടുന്നു, അവർ പുറത്തേക്ക് പോകുന്നു, വീണ്ടും മറ്റു വഴികളിലൂടെ ഇവിടേക്ക് വീണ്ടും വരുന്നു. ഇരുമുടിക്കെട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പടിക്കെട്ടിലൂടെ, മാധ്യമപ്രവർത്തകരൊക്കെ വരുന്ന പടിക്കെട്ടിലൂടെ കയറാൻ കഴിയും. അങ്ങനെ വീണ്ടും ഇവിടേക്ക് വരികയും 2-3 തവണ തന്നെ ഒരാൾ ദർശനത്തിന് വരുന്ന സാഹചര്യമുണ്ടാകും. ഇതെല്ലാം തന്നെ സന്നിധാനത്ത് തിരക്ക് കൂടുന്നതിന്, കാരണം മല കയറുന്നവർ ഇവിടെ നിന്ന് ഇറങ്ങാതിരിക്കുകയും കൂടുതൽ ആളുകൾ മല കയറി എത്തുകയും ചെയ്യുന്നതോടുകൂടി ഇവിടെ വലിയ ആൾക്കൂട്ടമായി മാറും. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദർശനം കഴിഞ്ഞ ആളുകൾ കൂടുതൽ സമയം തങ്ങാതെ അവർക്ക് ആവശ്യമായ അപ്പവും അരവണയും ഒക്കെ വാങ്ങി ഇവിടെ നിന്ന് താഴേക്ക് പോവുക, അതിനുള്ള ക്രമീകരണം ഒരുക്കുക, അത്തരം